പുൽവാമയിൽ ഭീകരർക്കെതിരെയുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. ഇതോടെ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ട സൈനികരുടെ എണ്ണം 5ആയി. ഏറ്റുമുട്ടലിൽ പുൽവാമയിൽ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ സുരക്ഷാസേന നേരത്തെ തന്നെ വധിച്ചിരുന്നു. 17 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടൽ ഇതോടെ അവസാനിപ്പിച്ചിരിക്കുന്നതായാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. 3 ദിവസം മുൻപ് ഭീകരാക്രമണം നടന്ന പുൽവാമയിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് തീവ്രവാദികളും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത്. ഏറ്റുമുട്ടലിൽ 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. പുൽവാമയിലെ പിംഗലാൻ മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. പ്രദേശത്ത് തീവ്രവാദികൾ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സൈന്യം പ്രദേശം വളഞ്ഞതിനെ തുടർന്നാണ് ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തത്. ഏറ്റുമുട്ടലിനിടയിൽ പ്രദേശവാസികളായ ഒരാളും കൊല്ലപ്പെട്ടിരുന്നു. പ്രദേശവാസികളോട് സൈന്യം സ്ഥലത്തു നിന്ന് മാറുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്ത് സൈനിക നടപടികൾ തുടരുകയാണ്. അതേസമയം ഭീകരരെ വധിച്ചതിൽ മുൻ കാശ്മീർ പോലീസ് ചീഫ് ജേഷ് പോൾ സൈന്യത്തെ അഭിനന്ദിക്കുകയും ഇന്ന് വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. പുൽവാമയിൽ രാവിലെ മുതൽ തന്നെ ശക്തമായ തിരിച്ചടിയാണ് സൈന്യം നൽകിയിരുന്നത്. ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെയും സുരക്ഷാസേന വധിച്ചിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ റഹ്മാനെയാണ് സൈനികർ ഇന്ന് രാവിലെയോടെ വധിച്ചത്. ഇയാൾക്കൊപ്പം മറ്റൊരു ഭീകരനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നു. ഭീകരർ ഒളിച്ചിരുന്ന വീട് സുരക്ഷാസേന സ്ഫോടനത്തിലൂടെ തകർക്കുകയായിരുന്നു. വീടിനുള്ളിലുണ്ടായിരുന്ന ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തീവ്രവാദികളുടേതായ ഒരു AK-47 തോക്കും ഒരു പിസ്റ്റലും സൈന്യം കണ്ടെടുത്തിട്ടുണ്ട്. ഭീകരരെ വധിച്ചതിൽ ജമ്മു കാശ്മീർ പോലീസ് സൈന്യത്തെ അഭിനന്ദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.